വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, എല്ലാ പ്രാവശ്യം സക്സസ് ആയിരുന്നു. നമുക്ക് ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരു വർഷത്തോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്ന കുറച്ച് ടിപ്സ് കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും ചെയ്യണം. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാവേ. നമ്മൾ നെല്ലിക്ക അച്ചാർ ഇടാൻ വേണ്ടിയാണ് നെല്ലിക്ക ഇവിടെ ഈ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് മുഴുവനോടെ വേണേൽ നെല്ലിക്ക മൊത്തത്തോടെ ഇടാം. പക്ഷെ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടാണ് നെല്ലിക്ക ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനതെങ്ങനെയാണ് അത്രയും ചെറുതായിട്ട് മുറിച്ചെടുത്തത് കാണിക്കാമേ. ബാക്കി ഇതുപോലെ നെല്ലിക്ക ഒന്ന് കണ്ടിക്കുക. മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കണ്ടിച്ചെടുത്ത ശേഷം നമുക്ക് ആ വലിപ്പം വേണ്ട എത്രയാണോ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പെർഫെക്റ്റായിട്ട് കഷ്ണങ്ങളായി കിട്ടും. ചില സമയത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകും, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് ഞാൻ ആവിക്ക് വെച്ചല്ല തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടിച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ ആവിക്ക് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. വരഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ആവിക്ക് വെച്ചെടുക്കുമ്പോഴത്തേക്കും അത് പെർഫെക്റ്റായിട്ട് വിണ്ട് കീറി കിട്ടുവേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നെല്ലിക്ക വളരെ ഹെൽത്തി ആണെന്നുള്ളത്. അപ്പം കുറേ നാളത്തേക്കല്ല കേട്ടോ, അത് ഏകദേശം ഒരു വർഷത്തോളം കേടുകൂടാതെ നമുക്ക് അച്ചാർ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നെല്ലിക്ക അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന്, അത് എങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരു വർഷത്തോളം സൂക്ഷിക്കാമെന്നും ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് വീഡിയോ മൊത്തം കാണണം. ഇപ്പോൾ കുരുവിൽ നിന്ന് വിട്ടുവരാൻ പാടുള്ളപ്പം ഈ അവസാനത്തെ പാട്ട് ഇങ്ങനെ വെച്ചൊന്ന് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് കീറിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ബാക്കിയെല്ലാം നെല്ലിക്കയും കൂടി ഒന്ന് കണ്ടിച്ചെടുത്തിട്ട് വരട്ടെ. ഞാൻ ആദ്യം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അച്ചാറിടുമ്പോൾ നമ്മളിപ്പോൾ ഏത് അച്ചാറിട്ടാലും അച്ചാർ കേടാകാതിരിക്കണമെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ വേണം. പക്ഷേ ഇത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. പക്ഷെ നല്ലെണ്ണ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം 1 കിലോ നെല്ലിക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ അച്ചാറിടാൻ പോകുന്നത്. സാധാരണ എല്ലാവരും നെല്ലിക്ക വാട്ടിയെടുത്തിട്ട്, അതായത് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് ഇടുന്നത്. ഞാനിവിടെ വാട്ടിയെടുത്തിട്ടില്ല. ഞാൻ എണ്ണയ്ക്കകത്തൊന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നെല്ലിക്കയ്ക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും. എണ്ണ ചൂടായി ഞാൻ മുറിച്ച് വെച്ച് നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ നെല്ലിക്കയ്ക്ക് ഒട്ടും വെള്ളമില്ല. ഞാൻ നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം തുടച്ചെടുത്തതാണ്. അപ്പോൾ നെല്ലിക്ക കേടാകത്തില്ല, നമുക്ക് കുറേ നാൾ അച്ചാർ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പം നെല്ലിക്ക നന്നായിട്ടായിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, നമ്മൾ നെല്ലിക്ക ഇങ്ങനെ കൈ കൊണ്ട് ചൂടുണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കട്ടാവുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അത് പെർഫെക്റ്റാണ്. കൈ കൊണ്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ അറിയാം അത് നന്നായിട്ട് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇടണ്ട, കാരണം നമുക്ക് നെല്ലിക്ക പൊടിഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് നമുക്കിനി ഇത് കോരിയെടുക്കാം. ഞാൻ പച്ചമുളക് ഇതുപോലെ നടുവേ പൊളന്ന് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതലിടാം. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. ഞാൻ ഏകദേശം ഒരു 10 പച്ചമുളകോളം ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം 1 കൈപ്പിടിയോളം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി കൂടുതൽ ഇടുന്നത് നല്ലതാണ്. അപ്പം ഇനിയും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാവേ. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മുളക് പൊടി തയ്യാറാക്കി എടുക്കാവേ. ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ
1 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും പിന്നെ സെയിം 1 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. കാരണം അത് കളർ കിട്ടാൻ വേണ്ടി. അത് വേണമെന്നില്ല, അല്ലാതെ എടുക്കാം. ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് ആക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ എൻ്റെ മുളക് പൊടി കുഴയ്ക്കാൻ വേണ്ടി തിളപ്പിച്ച വെള്ളം തണുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിലേക്ക് ഞാൻ മുളക് പൊടി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ തീ ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇതിൻ്റെ പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറണം. ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചെടുത്തത്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ് നേരത്തെ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ അച്ചാറിന് കയ്പും രസം വരും. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇച്ചിരി കൂടി. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ നെല്ലിക്ക വാട്ടിയെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പം നെല്ലിക്കയും കൂടെ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാൻ പോവാം. ഞാനിവിടെ ഡിസ്റ്റിൽഡ് മാൾട്ട് വിനെഗറാണ് ചേർക്കുന്നത്. ഞാനിപ്പം 160 ml വിനെഗർ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല. ആ മുളക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ് ഇവിടെ ആകെ ചേർത്തിരിക്കുന്നത്. ഞാൻ ടേസ്റ്റ് നോക്കി, അത്യാവശ്യം നല്ല ഉപ്പുമുണ്ട്, പുളിയുമുണ്ട്. ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിൽക്കണം, എങ്കിലേ നമ്മുടെ നെല്ലിക്കയിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റുകയാണ്. ഞാൻ ഇതിലേക്ക് നെല്ലിക്ക നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇളക്കിയെടുക്കാം. നെല്ലിക്ക പൊടിഞ്ഞു പോകരുത്, പ്രത്യേകം സൂക്ഷിക്കുക. എനിക്കിത് ഒരുപാട് ചാറ് വേണ്ട, കാരണം നെല്ലിക്കയിലേക്ക് ഈ പേസ്റ്റ് എല്ലാം കൂടെ നന്ന പെരണ്ടിരിക്കുന്ന രീതിയിലാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല. അതുമല്ല, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നെല്ലിക്ക വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ലെങ്കിലും നെല്ലിക്ക നമുക്ക് അച്ചാർ നമുക്ക് കുറേ നാളത്തേക്ക് വയ്ക്കാൻ പറ്റും, കേടാവാതെ. ഇനി ഇതിലേക്ക് ഒരു ടിപ്പ് കൂടി ഉണ്ട്, ഞാൻ പറയാം. ഇപ്പം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് കിടക്കുന്നത്, കാരണം നെല്ലിക്ക ഓൾറെഡി കുക്ക്ഡാണ്. വറുത്തെടുത്തപ്പോൾ തന്നെ നന്നായിട്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഒരു 1/4 ടീസ്പൂണോളം കടുക്, 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ചെറുജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും സാധനം നന്നായിട്ട് പൊടിച്ചെടുക്കണം, എന്നിട്ട് ഇതിലേക്ക് ചേർക്കണം. ഇപ്പം നമ്മൾ അച്ചാർ 1 വർഷത്തോളം സൂക്ഷിച്ച് വെച്ചാലും കേടാകാതെ നമുക്ക് ഇരിക്കും. ഇപ്പം നമ്മൾ ചെറുജീരകവും പെരിഞ്ജീരകവും പട്ടയും പിന്നെ അതുപോലെ ഇത്തിരി കടുവും കൂടി എടുത്ത് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നെല്ലിക്ക പൊടിഞ്ഞു പോകാതെ ഇളക്കാൻ സൂക്ഷിക്കുക. നമ്മൾ ഇങ്ങനെ നെല്ലിക്ക ചെയ്യുന്നതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നെല്ലിക്ക ഇട്ട് 2 ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ കുറേ നാളിന് മുമ്പ് ഇട്ട് വെച്ച നെല്ലിക്കായുടെ ഒരു ടേസ്റ്റ് കിട്ടുക. അതായത് പഴകിയ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ്. അച്ചാർ ഇരിക്കും തോറും രുചി കൂടുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ അന്ന് തന്നെ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം അച്ചാർ ഇട്ടപ്പോഴും
എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് 1 വർഷം മുമ്പ് ഇട്ട് വെച്ച അച്ചാറാണോ, അത് എത്ര നാൾ മുമ്പ് ഇട്ട് വെച്ച അച്ചാറാണ്, നല്ല ടേസ്റ്റാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അച്ചാറിൻ്റെ ഒരു മണം വരുമ്പം കൂട്ടാൻ തന്നെ കൊതിയാവും, കാരണം വായിക്കൂടെ നമുക്ക് വെള്ളം വരും. ഇത് ടേസ്റ്റ് നോക്കട്ടെ. എരിവും പുളിയും എല്ലാം ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് ദിവസം കൂടി ഇരുന്ന് കഴിയുമ്പോൾ നെല്ലിക്കയിലൊക്കെ എല്ലാം എരിവൊക്കെ പിടിച്ച് കഴിയുമ്പോൾ, എരിവും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടലിനായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ നനഞ്ഞ തവി കൊണ്ടോ ഒന്നും സ്പൂൺ കൊണ്ടൊന്നും കോരിയെടുക്കരുത്. എപ്പോഴും നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ കുപ്പി നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നെല്ലിക്ക ഉടഞ്ഞും പോയിട്ടില്ല, എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പച്ചമുളകും ചുമന്ന മുളകും ഇട്ടുകൊണ്ട് എരിവ് നല്ല പാകത്തിനുണ്ട്. നമ്മുടെ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം കടുക് പൊട്ടിച്ചില്ല, എനിക്ക് അവസാനം കടുക് പൊട്ടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കടുക് പൊട്ടിക്കാൻ പോവുകയാണേ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്ന മുളക്, ഞാൻ 2 ചുമന്ന മുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, കരിഞ്ഞു പോകരുത്. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഇനി നമ്മുടെ അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അച്ചാർ എല്ലാം പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. വിനാഗിരി തിളപ്പിച്ചിട്ട് തണുപ്പിക്കുക, തണുത്ത ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അല്ലാതെ ഇൻ കേസ് പുളി കുറവാണെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം തോന്നുവാണെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. തിളപ്പിച്ച ശേഷം തണുപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.